പാതുവാലി അന്തോണീസിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്. റിമീനിയായിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബോൺ വില്ലോ എന്ന് പറയുന്ന ഒരു യഹൂദൻ വിശുദ്ധ അന്തോണീസിനോട് പറഞ്ഞു, താങ്കൾ പരിശുദ്ധ കുർബാന എന്ന് വിളിക്കപ്പെടുന്ന അപ്പക്കഷമായിട്ട് നിങ്ങൾ വരണം. എന്റെ കഴുത അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ തിന്നാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അത് കുമ്പിട്ട് കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കാം. വിശുദ്ധ അന്തോണീസ് ഈ കഴുതയെ നോക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ഏറ്റവും അയോഗ്യനായ ഞാൻ എന്റെ കൈകളിൽ വഹിച്ചിരിക്കുന്ന സൃഷ്ടാവിന്റെ യോഗ്യതയാലും അവിടുത്തെ നാമത്തിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വേഗത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ആദരവോടും കൂടെ നിന്റെ കർത്താവിനെ ആരാധിക്കുക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അൾത്താരയിലെ പുരോഹിതന്റെ കൈകളിൽ വഹിക്കുന്ന തിരുവോസിയിൽ അധിവസിക്കുന്ന തങ്ങളുടെ സൃഷ്ടാവിന്റെ മുൻപിൽ എല്ലാ സൃഷ്ടികളും കുമ്പിട്ട് വണങ്ങണമെന്ന് നാസ്തികന്മാരും നിരീശ്വരവാദികളും ദൈവനിഷേധികളും തിന്മ പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കട്ടെ. കഴുത ജീവനുള്ള കർത്താവിനെ ആരാധിക്കുകയാണ്. ഇത് ജീവിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. ഒട്ടുകൊത്തി അയാൾ ഞെട്ടിവിറച്ചു.